എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പേര് 3 പ്രാവശ്യം മന്ത്രിച്ചുകൊണ്ട് ഈ വീഡിയോ കാണുക. നിങ്ങളുടെ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലായ ഷാ എന്ന അക്ഷരം ഫയലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം. ഷാ എന്ന ഫയൽ സ്വീകരിച്ച ആളുകളുടെ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ വ്യക്തിക്ക് നിങ്ങളെ മിസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആ വ്യക്തി തൻ്റെ മനസ്സിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, എങ്ങനെയോ ആ വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നു. ജീവിതത്തിൽ ഒരുപക്ഷെ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരുമിച്ചുണ്ടായിരുന്നെങ്കിൽ പിന്നീട് നിങ്ങളെ കാണാൻ പറ്റാത്ത അവസ്ഥ, പഠിക്കുന്ന ആളുകളാണെങ്കിൽ പഠനം കഴിഞ്ഞതിന് ശേഷം കാണാൻ പറ്റാത്ത അവസ്ഥ, ജോലി സംബന്ധമായോ അല്ലെങ്കിൽ മാറി താമസിച്ചോ ഏതെങ്കിലും കാരണത്താൽ ആ വ്യക്തിക്ക് നിങ്ങളെ മിസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ മിസ്സ് ചെയ്യൽ ആ വ്യക്തിയെ സംബന്ധിച്ച് വലിയ വിഷമം ഉണ്ടാക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ മനസ്സിൽ ആ വിഷമം തീർച്ചയായിട്ടും ഉണ്ട്. ആ വിഷമത്തിൽ നിന്നാണ് ആ വ്യക്തി ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്, നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഏതോ കാരണത്താൽ നിങ്ങളെ ആ വ്യക്തിക്ക് പിരിയേണ്ടി വന്നതിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ സാമീപ്യം ലഭിക്കാതെ വരുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ വിഷമം ഉണ്ടാക്കുന്നു എന്നുള്ള കൃത്യമായൊരു വിലയിരുത്തലാണ് ഉണ്ടാവുന്നത്. ആ വ്യക്തിക്ക് മിസ്സ് ചെയ്യുന്നു. രണ്ടാമതായിട്ട്, ആ വ്യക്തി തൻ്റെ മനസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങളോട് പറയാൻ ആ വ്യക്തി ഭയപ്പെടുന്നു. ഭയം എന്ന് പറഞ്ഞാൽ നിങ്ങളെങ്ങനെ അത് എടുക്കുമെന്നുള്ള ഭയമാണ്, അല്ലാതെ നിങ്ങളെ മൊത്തത്തിൽ ഭയപ്പെടുന്നതല്ല. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള കാര്യം നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളത് മോശമായി, അല്ലെങ്കിൽ ആ വ്യക്തി ഉദ്ദേശിക്കാത്ത രീതിയിൽ അതിനെ എടുക്കുമോ എന്നുള്ളൊരു ഭയം ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. ആ ഭയത്തിൽ നിന്നാണ് ആ വ്യക്തിയുടെ മനസ്സിൽ ദുഃഖം ഉണ്ടാവുന്നത്. എങ്ങനെ നിങ്ങളതിനെ പരിഗണിക്കും, എങ്ങനെ നിങ്ങളതിനെ തിരഞ്ഞെടുക്കും എന്നുള്ള ഒരു ഭയം ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. ആ ഭയം മൂലം ആ വ്യക്തിക്ക് കൂടുതലൊന്നും ചിന്തിക്കാൻ കഴിയുന്നില്ല. നിങ്ങളോട് എങ്ങനെ പറയും, നിങ്ങളെങ്ങനെ അത് സ്വീകരിക്കും, നിങ്ങളോട് ആ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ള ബന്ധത്തെയും അത് ബാധിക്കുമോ എന്നുള്ള ഒരു ഭയം ആ വ്യക്തിയിലുണ്ടാകുന്നു. ഒരുപാട് പരീക്ഷണങ്ങളും ഒരുപാട് വെല്ലുവിളികളും നിറഞ്ഞ ഒരു ജീവിതമാണ് ആ വ്യക്തിക്ക് സഹിക്കേണ്ടി വന്നത്. അതെല്ലാം ആ വ്യക്തിയെ ബാധിക്കുന്നുണ്ട്. മാത്രമല്ല, മൂന്നാമത് നമുക്ക് പറയാനുള്ളത്, ആ വ്യക്തി നിങ്ങളോട് കൂടുതൽ അടുക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളോട് കൂടുതൽ അടുക്കാൻ തന്നെയാണ് ആ വ്യക്തിയുടെ ആഗ്രഹം. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളോട് കൂടുതൽ അടുത്ത് പെരുമാറി പോകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. അത് ആ വ്യക്തിയുടെ മനസ്സിൽ ഏറ്റവും നിങ്ങളോട് പറയാനുള്ളതാണ്. ഇതൊരു പോയിൻറ്റഡ് ആയിട്ടുള്ളൊരു റീഡിംഗ് ആയിട്ട് നിങ്ങൾക്ക് പരിഗണിക്കാം. നിങ്ങളുടെ വ്യക്തി നിലവിലുള്ള സ്ഥിതിയിൽ നിന്നും കൂടുതൽ നിങ്ങളിലേക്ക് അടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ വ്യക്തമാവുന്നത്. അതായത് നമുക്ക് ഫ എന്ന അക്ഷരം ഫയലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം. ഫ എന്ന അക്ഷരം സ്വീകരിച്ച ആളുകളുടെ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നത്, ആ വ്യക്തി നിങ്ങളുടെ ഓർമ്മകളാൽ ജീവിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങളിൽ നിന്ന് ഒരു തരത്തിലുള്ള അകൽച്ച ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കാം. ആ അകൽച്ച ആ വ്യക്തിയുടെ മനസ്സിന് വിഷമം ഉണ്ടാക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലെ വിഷമങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലായെങ്കിലെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അകൽച്ച ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു വാക്ക് പറഞ്ഞ് അകന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് സംസാരിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലുണ്ട്. അത് കൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർമ്മിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നിങ്ങളൊരു പക്ഷേ ആ വ്യക്തിയെ അവഗണിക്കുകയോ ആ വ്യക്തിയുമായി പിണങ്ങുകയോ അല്ലെങ്കിൽ താൽക്കാലികമായൊരു വാശി പിടിച്ച് നിൽക്കുന്ന അവസ്ഥയിലായിരിക്കാം. ഇപ്പോൾ ആ വ്യക്തി നിങ്ങളുടെ അഭാവത്തിൽ നിങ്ങളുടെ ചിന്തയാൽ നിൽക്കുകയാണ്. അതാണ് ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ആദ്യം അറിയാനുള്ളത്. മാത്രമല്ല, നിങ്ങളുടെ ഓർമ്മകളിലാണ് ആ വ്യക്തി ജീവിക്കുന്നത്, നിങ്ങളുടെ ചിന്തകളിലാണ് ആ വ്യക്തി ജീവിക്കുന്നത്. ആ വ്യക്തിക്ക് അതിൻ്റെ അപ്പുറത്തേക്കൊരു ചിന്തയില്ല. നിങ്ങളുടെ ഓർമ്മകളിലാണ് ആ വ്യക്തി ജീവിക്കുന്നത് എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല, രണ്ടാമത് അതിപ്രധാനമായൊരു കാര്യം ആ വ്യക്തിക്ക് പറയാനുള്ളത്,
ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള പ്രശ്നം തീർക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഭാവമാണ് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള പ്രശ്നം തീർക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കിനി ഒന്നും പറയാനില്ല. ആ വ്യക്തി നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള പ്രശ്നം തീർക്കാൻ ആഗ്രഹിക്കുന്നു. ആ പ്രശ്നം തീർത്തേ തീരൂ. ആ പ്രശ്നം എന്നേക്കുമായി തീർക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. അതുതന്നെയാണ് ആ വ്യക്തിക്ക് പറയാനുള്ളത്. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വരുന്നതാണ് എങ്ങനെയെങ്കിലും നിങ്ങളുമായിട്ടുള്ള പ്രശ്നം തീർക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. അതായിട്ട് നിങ്ങൾക്കൊപ്പമുള്ള ഭാവി ആ വ്യക്തി ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കൊപ്പം ജീവിതം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കൊപ്പം ജീവിതം പങ്കുവെച്ച് മുന്നോട്ട് പോയാലേ തനിക്ക് രക്ഷയുള്ളൂ, തനിക്ക് അതുമാത്രമേ സ്വീകരിക്കാൻ കഴിയുന്നുള്ളൂ എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ വരുന്നു. നിങ്ങൾക്കൊപ്പമുള്ള ജീവിതം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കൊപ്പമുള്ള ജീവിതമായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. അതല്ലാതെ മറ്റൊന്നും ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്തയാണ് വരുന്നത്. നിങ്ങൾക്കൊപ്പം ജീവിതം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. അത് നിങ്ങൾ അറിയണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു. നിങ്ങളോട് പറയണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു. അങ്ങനെ നിങ്ങളാണ് ഏറ്റവും വലുത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ പെരുമാറ്റം കൊണ്ട് ആ വ്യക്തിക്ക് ഒട്ടും നിങ്ങളെ ഇഷ്ടമല്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷെ അങ്ങനെയല്ല യാഥാർത്ഥ്യം. സത്യം ഇതാണ്. ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.